തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ് പണിമുടക്കിയത്. ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം രോഗി തകരാറിലായ ലിഫ്റ്റിനുള്ളിൽ 42 മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയുണ്ട്. രശ്മി, എപ്പോഴാണ് രണ്ടാമത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്? രോഗിയും ഡോക്ടറുമാണ് ഈ പ്രാവശ്യം ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം വീണ്ടും ഉണ്ടാകുന്നത്. രോഗിയും ഡോക്ടറും മാത്രമല്ല, രോഗിയുടെ ബൈസ്റ്റാൻഡർ കൂടി ഈ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ കുടുങ്ങിയതിനു ശേഷം അവർ ഉടനെ തന്നെ ഈ ഒരു വിവരം അറിയിച്ചതിനെ തുടർന്ന് 10 മിനിറ്റിന് ശേഷമാണ് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ് ഇത്തരത്തിൽ പണിമുടക്കിയത്. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ 2 ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തൊരു വിഷയമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ലിഫ്റ്റ് രോഗിയും ഡോക്ടറും ബൈസ്റ്റാൻഡറും കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ആശുപത്രികളൊക്കെ തന്നെ നമ്പർ 1 എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും അവകാശവാദം. അവിടെയാണ് ഈ ലിഫ്റ്റുകൾ പോലും പ്രവർത്തിക്കാത്തത്. കഴിഞ്ഞ ദിവസം ഈ കുടുങ്ങിയ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിരുന്നു എന്നുള്ളത് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാനിലേക്ക്, അതായത് കാഷ്വാലിറ്റിയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നും CT സ്കാനിലേക്ക് പോകുന്ന സ്ഥലത്തെ ലിഫ്റ്റാണ് ഇത്തരത്തിൽ പണിമുടക്കിയിരിക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായിട്ടുള്ള ബൈജുനാഥ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.